അതല്ല, പഠിച്ചവർ തന്നെ ഇങ്ങനെ പെരുമാറുമ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കിയതാ. എന്തിനാ ഇങ്ങനെ പറയുന്നേ? നിന്നെ വഴക്ക് പറയണോ അതോ പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹത്തെക്കുറിച്ച് വിഷമിക്കണോ? എന്തു പറയാനാ, കർത്താവ് നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതങ്ങ് അനുഗ്രഹിച്ച് നൽകണേ എന്ന് അവനോട് അപേക്ഷിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം നന്മയ്ക്കായിരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി ഈ നല്ല വീട് എന്ന പരിപാടി ദൈവം തന്നെ തുടങ്ങി ഓരോ ആഴ്ചയും ഓരോ തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം പണത്തട്ടിപ്പ് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് പുതിയ പല രീതികളിൽ പണത്തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിക്കുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വശത്ത് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് വ്യാജമായ പരസ്യങ്ങളെ വിശ്വസിച്ച് കബളിപ്പിക്കപ്പെടുന്നവരും വർദ്ധിച്ചു വരികയാണ്. കബളിപ്പിക്കപ്പെടുന്നവർ ഉള്ളതുവരെ കബളിപ്പിക്കുന്നവരും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പണത്തട്ടിപ്പ് നടത്തി പറ്റിക്കുന്നവർക്കും പണത്തട്ടിപ്പ് കാരണം പണം നഷ്ടപ്പെട്ട് കബളിപ്പിക്കപ്പെട്ടവർക്കും ഒരേ ഒരു സമാനതയുണ്ട്. അത് പണത്തിനുള്ള അത്യാഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാം പണത്തിന് ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വരുമാനത്തെ അനുഗ്രഹിച്ച് കുറവുകളെയെല്ലാം നിറവുകളാക്കി നമ്മെ തൃപ്തിയോടെ വഴി നയിക്കുന്ന ദൈവം നമ്മോട് കൂടെ തന്നെ ഉണ്ട്. അതിനാൽ മതി എന്ന മനസ്സോടെ നമുക്ക് ജീവിക്കാം, ദൈവത്തെ മുറുകെ പിടിക്കാം. ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ഇതൊക്കെ ശരിയാകുമോ ചേച്ചി? എന്താ മോളെ ഒന്നും അറിയാത്തതുപോലെ? ഇപ്പൊ ഇതാണ് നമ്പർ 1 ബിസിനസ്. അതെയോ ചേച്ചി? അതെ മോളെ, നീ 1 ലക്ഷം ചെലവാക്കിയാ മാസം 30,000 രൂപ കിട്ടും. അത് 1 വർഷത്തോളം കിട്ടും. 3 മാസം കൊണ്ട് നീ ചെലവാക്കിയ പൈസ കിട്ടും. 1 ലക്ഷം ചെലവാക്കിയാ 3,60,000 രൂപ കിട്ടും. നിനക്ക് ലാഭം 2,60,000 രൂപ കിട്ടും. ചേച്ചി, ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിന്നോട് പറയോ? ഞാനിപ്പൊ ഇതിൽ ചേർന്നിട്ട് 1 വർഷമായി മോളെ. എനിക്ക് നല്ല ലാഭം കിട്ടി. അതുകൊണ്ടാ നിന്നോടും പറയാന്ന് വന്നത്. നോക്ക് മോളെ സുബി, 1 ലക്ഷം ചെലവാക്കിയ 2,60,000 രൂപ ലാഭം. നീ ഒരു 5 ലക്ഷം ഇട്ട് നോക്ക്. 1 വർഷം കൊണ്ട് എന്തുമാത്രം ലാഭം കിട്ടുമെന്ന് ചിന്തിച്ചു നോക്ക്. കേട്ടിട്ട് നല്ലതാണ്, പക്ഷേ എന്ത് പക്ഷേ മോളെ? ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇതുപോലെയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് ആലോചിച്ച് പെട്ടെന്ന് തീരുമാനിക്കണം. എന്തായാലും ഞാൻ എന്റെ ഭർത്താവിനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് തീരുമാനിക്കാം. ഏതെങ്കിലും ഒരു ഭർത്താവ് ശരിയെന്ന് പറയോ? 1000 കാരണങ്ങൾ പറയും. നീ ഈ ചേച്ചിയെ വിശ്വസിക്കോ? ചേച്ചിയെ വിശ്വാസമുണ്ട്. അത് മതി മോളെ. നീ പണം റെഡിയാക്ക്, ബാക്കിയൊക്കെ ചേച്ചി നോക്കിക്കോളാം. ശരി ചേച്ചി. ഇപ്പൊ എന്റെ അടുത്ത് 3 ലക്ഷം രൂപയുണ്ട്. ഇനിയും 2 ലക്ഷം രൂപ വേണം. എന്താ ചെയ്യാ? കടം വാങ്ങിച്ചാലോ, ഇല്ലെങ്കിൽ സ്വർണം പണയം വെച്ചാലോ? എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടി കിട്ടുന്നില്ല. എന്തൊക്കെ ആവട്ടെ, 1 വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ലാഭം കിട്ടും. അത് മതി എനിക്ക്. ഇന്നാ ചേച്ചി, ചേച്ചി പറഞ്ഞ പൈസ ഇതിലുണ്ട്.
ഈ പണം തരുന്നത് എന്റെ ഭാര്യയ്ക്ക് അറിയില്ല. പേടിക്കണ്ട മോനെ, മാസം 30,000 രൂപ നിങ്ങളെ തേടി വരും. അതിന് ഞാൻ ഗ്യാരണ്ടിയാ. ആ ഒരു വിശ്വാസത്തിലാ ചേച്ചി തരുന്നത്. എന്റെ അനിയനോടും ഞാൻ പറഞ്ഞു, അവന് ഒരു 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞേക്കാ. അവനെ എങ്ങനെയെങ്കിലും ചേർത്ത് വിടി ചേച്ചി. തീർച്ചയായും ചേർക്കാം. നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് ചെയ്യാനാ? ശരി ചേച്ചി, എന്നാ ഞാൻ പോവാ. ആ. എന്താ മോളെ, പെട്ടെന്ന് പണം റെഡിയാക്കണ്ടേ? എന്നാലല്ലേ ലാഭം കിട്ടൂ. നീയല്ലേ പറഞ്ഞത് 2 ദിവസം കൊണ്ട് തരാന്ന്. ഇനിയും തന്നിട്ടില്ല. ബാക്കി എല്ലാരും തന്നു മോളെ. അതിനുവേണ്ടി ചേച്ചി സ്വർണം പണയം വെക്കാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓ അങ്ങനെയാണോ? നീ ഭർത്താവിനോട് ഇതിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല ചേച്ചി, എനിക്ക് ചേച്ചിയെ വിശ്വാസമുണ്ട്. അല്ല, എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതാ. പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ശരി മോളെ, എനിക്ക് വേറൊരാളെ കാണാനുണ്ട്. ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വരാം. ശരി വരട്ടെ? ചേച്ചി. ചേച്ചി, ആ സുബി, വാ വാ. എന്താ ഇങ്ങോട്ടൊക്കെ? ഇവിടെ അടുത്ത് സ്വർണം പണയം വെക്കുന്ന കടയിൽ വന്നത് ചേച്ചി. കട അടച്ചിട്ടേക്കുവാ. അതാ, ചേച്ചിയുടെ വീട് അടുത്തല്ലേ, അതുകൊണ്ട് ചേച്ചിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. തിരിച്ചു പോകുന്ന വഴിക്ക് കട തുറന്നിട്ടുണ്ടോന്ന് നോക്കണം. ശരി, കേറി വാ, അകത്ത് പോയിരിക്കാം. ഉം. ഡാ സുബി, ഉം. എന്താ സുബി, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പണ്ടം പണയം വെക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ. അത്രക്ക് ആവശ്യമൊന്നുമില്ല ചേച്ചി, എന്നാൽ ആവശ്യമുണ്ട്. മനസ്സിലായില്ല സുബി. ചേച്ചി, എന്റെ വീട്ടിലൊരു ചേച്ചി വന്നിരുന്നു. എന്താ ആലോചിക്കുന്നത് ചേച്ചി? അതല്ല, പഠിച്ചവര് തന്നെ ഇങ്ങനെ പെരുമാറുമ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയതാ. എന്താ ഈ പറയുന്നേ? നിന്നെ വഴക്ക് പറയണോ അതോ നിന്റെ പണത്തിന്റെ അത്യാഗ്രഹത്തെക്കുറിച്ച് വിഷമിക്കണോ? എന്തു പറയാനാ? നീ ഈ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിന്റെ ഭർത്താവിനറിയാമോ? ഇല്ല ചേച്ചി. അത് തന്നെ വലിയ തെറ്റാ. അത് ശരി, നീ എന്ത് ധൈര്യത്തിലാ 5 ലക്ഷം തരാന്ന് സമ്മതിച്ചത്? ആ ചേച്ചിയോടുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ചേച്ചിക്കും ഇട്ട പണമെല്ലാം ഒരുപാട് ലാഭത്തോടെ കിട്ടിയെന്ന് പറഞ്ഞു. നീ അത് കണ്ടോ സുബി? ഇല്ലല്ലോ അല്ലേ? പിന്നെ എങ്ങനെയാ അവര് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ നിനക്ക് തോന്നിയത്? ഒരു പക്ഷേ അവര് നിന്റെ പണം എടുത്തുകൊണ്ട് നിന്നെ പറ്റിച്ചിട്ട് പോയിന്ന് തന്നെ വെച്ചോ. ചേച്ചി, ഒന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അവരെങ്ങോട്ടെങ്കിലും ഓടിപ്പോയാ നീ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? വേദപുസ്തകം പറഞ്ഞിട്ടില്ലേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണെന്ന്. നിന്റെ ഈ അത്യാഗ്രഹം നിന്നെ വലിയൊരു ചതിക്കുഴിയിൽ വീഴ്ത്താൻ പോവാ. നീ 1 ലക്ഷം കൊടുത്താ വർഷത്തിൽ 3 ലക്ഷത്തിലും അധികം ലാഭം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കിട്ടിയാൽ തന്നെ അത് നല്ല വഴിക്ക് കിട്ടുന്ന പണമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്ന കാശ് കർത്താവ് അംഗീകരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നു മനുഷ്യരെ ആശ കാണിച്ച് പ്രേരിപ്പിച്ച് അവനെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നതാണ് പിശാചിന്റെ ജോലി. അതിനവൻ ചില മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. നീ ടിവിയിലും പത്രങ്ങളിലും ഒക്കെ ഇത് കണ്ടിട്ടില്ലേ? എത്രയോ പേര് പണം ഡെപ്പോസിറ്റ് ചെയ്ത് പറ്റിക്കപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നടക്കുക. എന്തിന്? ആത്മഹത്യക്ക് പോലും പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിന്ന് സർവ്വസാധാരണമായിരിക്കുക സുബി. കോടിക്കണക്കിന് പണം അപഹരിച്ചിട്ട് അവർ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകും. ഇതെല്ലാം നിനക്കും അറിയാവുന്ന തന്നെയാ. അറിയാമായിട്ടും പണത്തിന്റെ അത്യാഗ്രഹം കണ്ണു മറച്ചതാ. ഭാഗ്യം കൊണ്ട് നീ പണ്ടം പണയം വെച്ചുമില്ല, പൈസ കൊടുത്തുമില്ല. സുബി, ആർക്കും തന്നെ വാങ്ങുന്ന പണത്തെക്കാളും അധികം പണം തിരിച്ചു നൽകാൻ പറ്റില്ല. അങ്ങനെ അവര് പറഞ്ഞാ അവര് ഫ്രോഡാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് സുബി. ചേച്ചി പറഞ്ഞത് നല്ല കാര്യ. വലിയ തട്ടിപ്പിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. പണത്തോടുള്ള അത്യാഗ്രഹം കൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വളരെ നന്ദി ചേച്ചി.
ഹലോ. എന്താ മോളെ, പൈസ റെഡിയാക്കിയോ? നീ എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നുന്നു. വേണ്ടെങ്കിൽ വിട്ടേക്കേ, പണം തരാനേ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല ചേച്ചി. ചേച്ചി രാവിലെ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ പണം തരാം. അങ്ങനെ ആവട്ടെ. നാളെ രാവിലെ 5 ലക്ഷം കിട്ടാൻ പോന്ന്. സുബി, വരൂ ചേച്ചി, ഇവിടെ ഇരിക്കേ. എന്താ മോളെ, പണം റെഡിയാക്കിയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ട് ചേച്ചി. ഇരിക്കെ, ഞാൻ എടുത്തിട്ട് വരാം. എന്റെ ഭാഗ്യം, 5 ലക്ഷം കിട്ടാൻ പോകുന്നത്. നിന്നെയാ ഞങ്ങൾ ഇത്രയും നാളായിട്ട് അന്വേഷിച്ചോണ്ടിരുന്നു. എടി, നീ എന്നെ കുടുക്കിലാക്കിയല്ലേ? ഞാൻ വരും, തിരിച്ചു വരും. നിന്നെ ഞാൻ ഇല്ലാതാക്കും. മിണ്ടാന്ന് വരുന്നുണ്ടോ? ഒരു ലേഡി അറസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു ലേഡി കോൺസ്റ്റബിൾ കൂടെ ഉണ്ടാവണ്ടേ? അതൊക്കെ ഞങ്ങൾക്കറിയാം. ആദ്യം വണ്ടിയെ കയറ്. നീ ചെയ്തത് നന്നായി സുബി. അതെ ചേച്ചി, ഇതുപോലെ ഒരുപാട് പേര് പണം കൊടുത്തിട്ടുണ്ടാവില്ലേ? അവർക്കും പ്രശ്നം വരാൻ പാടില്ല ചേച്ചി. അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിച്ച് അറിയിച്ചിരുന്നു. ഇനിയിപ്പോ ആരൊക്കെ പണം കൊടുത്തിട്ടുണ്ടാവോ അവർക്കൊക്കെ പണം തിരിച്ചു കിട്ടില്ലേ ചേച്ചി? തീർച്ചയായും സുബി, അവര് കൊടുത്ത പണമൊക്കെ തീർച്ചയായും തിരിച്ചു കിട്ടും. എനിക്ക് അത് മതി ചേച്ചി. ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? അത്യാഗ്രഹം എപ്പോഴും ആപത്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്തതായി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോകുന്നിടത്തെല്ലാം അനേകം പേർ ഈ നല്ല വീട് എന്ന പരിപാടി കണ്ടിട്ട് അതിലൂടെ പലർക്കും മാറ്റമുണ്ടായിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് കുടുംബങ്ങളെ സാക്ഷിയായി നിർത്തുന്നതിനായി കർത്താവിന് ഞാൻ സ്തോത്രം പറയുകയാണ്. തുടർന്നും മറക്കാതെ ഈ പരിപാടി കാണുക. നിങ്ങളുടെ പരിചയക്കാരോടും ഇത് പറഞ്ഞ് ഈ പരിപാടി കാണാൻ അവരോട് പറയണമെന്ന് നിങ്ങളോട് വിനീതമായി പറയുകയാണ്. അതായത്, കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുൻപ് എന്നെ കാണാൻ വേണ്ടി ഒരു സഹോദരി വന്നിരുന്നു. അപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം, ചേച്ചി എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുകയാണ്, മനസ്സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം, അതായത് 2020 തോന്നുന്നു, ജനുവരി മാസം എന്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപ എനിക്ക് തരണം. ഞാൻ 2021 ഡിസംബർ മാസം അത് 4 ലക്ഷമായിട്ട് ഞാൻ മടക്കി തരും, നിങ്ങൾക്കത് നല്ല ലാഭമാണ് എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി പല ഉപദേശങ്ങളൊക്കെ നൽകി. എന്നെ വന്ന് കണ്ട ആ സഹോദരി ഒരു റിട്ടയർഡ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയർ ആയതുകൊണ്ട് കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇതറിയില്ല. അവരിങ്ങനെയൊക്കെ വന്ന് ഇവരോട് പറഞ്ഞത് കേട്ടപ്പോൾ ഇവർ പൈസ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2021 ഡിസംബർ കഴിഞ്ഞുപോയി. ഞാൻ അവരോട് പോയി ചോദിച്ചപ്പോൾ, ഒന്ന് ക്ഷമിക്ക്, 22 ആദ്യം തന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2022 ജനുവരിയിൽ ചെന്ന് കണ്ടു, ഫെബ്രുവരിയിലും പോയി കണ്ടു. ഞാൻ തരാം എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് മാർച്ച് മാസം ആയപ്പോൾ
നീ എനിക്ക് പണമൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനത് മറ്റാരും അറിയാതെയാണ് കൊടുത്തത്, വീട്ടിൽ മറ്റാർക്കും അറിയില്ല. ആ സഹോദരി ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. 4 ലക്ഷമായിട്ട് മടക്കി തരാമെന്നും പറഞ്ഞു. ഇപ്പൊ അവര് പറയുന്ന കാര്യം, നീ എനിക്ക് പണമൊന്നും തന്നില്ലല്ലോ, ഞാനും നിന്റെ അടുത്തുനിന്ന് പണമൊന്നും മേടിച്ചിട്ടില്ല എന്നാണ്. ഞാൻ അവരോട് എത്രയോ കരഞ്ഞു പറഞ്ഞു നോക്കി. അവര് വല്ലാതെ ഒച്ചയിട്ടു. നീ തന്നതിന് സാക്ഷിയുണ്ടോ, ആരുടെ മുമ്പിൽ വെച്ചാ തന്നത് എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സ് ആകപ്പാടെ തകർന്നുപോയ സ്ഥിതിയിലായി. ഈ സംഭവം എനിക്ക് ആരോടും പറയാനും പറ്റില്ല. അതുകൊണ്ട് ഒരു മനസ്സമ്മർദ്ദമായി. വേറെ ഒരു വഴിയുമില്ലാതെ എന്റെ മക്കളോട് മാത്രം പറഞ്ഞു. എന്റെ മക്കളോട് പറഞ്ഞപ്പോ കുടുംബത്തിലുള്ള എല്ലാവരും ഇതറിഞ്ഞു. ഇപ്പൊ എല്ലാരും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. എന്റെ മാനസികാവസ്ഥ ഭയങ്കര കഷ്ടമാണ്. കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല. എന്തിനു ജീവിക്കണം എന്നുപോലും എനിക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരിക്ക് ഉപദേശം നൽകി പ്രാർത്ഥിച്ച് പറഞ്ഞയക്കാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. ഏപ്രിലായിരുന്നു. ഇനി അവർ കൊടുത്ത പണം അവർക്ക് 4 ലക്ഷം പോലും കൊടുക്കണ്ട, ഞാൻ തന്ന 2 ലക്ഷം മാത്രം താ എന്ന് ചോദിച്ചിട്ട് പോലും ഇപ്പോ നോക്കട്ടെ, നിങ്ങൾ ഒരു 2 മാസം കൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കയ്യിൽ എന്താണോ തന്നിരിക്കുന്നത് അത് കർത്താവ് തന്നെ അനുഗ്രഹിച്ച് തരണേ എന്ന് അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മിച്ചം പിടിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. അതുമാത്രമല്ല, 1 തിമോത്തിയോസ് 6-ാം അധ്യായം 10-ാമത്തെ വചനം നോക്കിയാൽ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോൾ കർത്താവ് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന 1000 രൂപയായാലും അങ്ങ് തന്നിരിക്കുന്ന ഈ പണം എനിക്ക് അനുഗ്രഹിച്ച് നൽകണേ, ഇതുകൊണ്ട് പാഴ്ചെലവ് വരാതെ നോക്കണമേ, ഞാനും ഇത് പാഴ്ചെലവ് ചെയ്യാതെ എന്നെ വഴി നയിക്കണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ തന്നെ മിച്ചം പിടിക്കാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളെന്നോട് ചോദിച്ചു, ഞാൻ പണം കൊടുത്തു, അവരിന്ന് ഞാൻ പണം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കൊടുത്തു, അവരെത്രയോ വർഷമായി, ഇനിയും അവർ ആ പണം തിരിച്ചു തരുന്നില്ല, ഇതിനെക്കുറിച്ച് എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങൾ കൂടുതലൊന്നും തരണ്ട, തന്ന പൈസ തിരിച്ചു തന്നാ മതി, അതിനുപോലും അവര് ഒട്ടും വഴങ്ങുന്നില്ല, എന്റെ പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, ഒരുപക്ഷെ സഹോദരനായിരിക്കാം. കർത്താവിന് മുൻപാകെ ഒന്നാമതായി നമ്മൾ ചെയ്ത തെറ്റുകൾക്കായി ആദ്യം ക്ഷമ ചോദിക്കണം. കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം തന്നെ ഞാൻ പ്രവർത്തിക്കണം. എന്റെ മനസ്സിൽ തോന്നുന്നത് പോലെ, എന്റെ ഹിതം പോലെ, എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ അങ്ങയെ അനുസരിക്കാതെ പോയി, എന്നോട് ക്ഷമിക്കണേ കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവിന് മുൻപാകെ ഏറ്റുപറയുമ്പോൾ അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, കർത്താവെ, ഞാൻ കൊടുത്ത പണം എനിക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ എനിക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ സഹോദരിയോടങ്ങ് സംസാരിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതാണ്. കർത്താവിന് കരുണ തോന്നുന്നതാണ്. മറ്റൊരു സംഭവം കൂടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു സഹോദരി താമസിക്കുന്നുണ്ട്. അവരെന്നോടൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത്, അവരും ഇതേപോലെയുള്ള ഒരു ചുറ്റുപാട് ഫേസ് ചെയ്തു. അവരുടെ കൂട്ടുകാരി പറഞ്ഞു, നീ എനിക്ക് 1 ലക്ഷം രൂപ തരാമോ, ഞാൻ ഇരട്ടിയാക്കി തരാം എന്ന് ആ കൂട്ടുകാരി പറഞ്ഞെന്ന്. അപ്പോ ഈ സഹോദരി നല്ലോണം പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. അവരുടെ പേര് സുഗന്ധി എന്നാണ്. ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു വരുന്നു. ആ സുഗന്ധി എന്ന സഹോദരി അങ്ങനെ ആ കൂട്ടുകാരി ചോദിച്ച ഉടനെ എന്ത് ചെയ്തെന്നോ, കർത്താവിനോട് പ്രാർത്ഥിക്കാനായി വന്നു. നല്ലോണം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്ത് കാര്യമായാലും, ഒരു നിസ്സാര കാര്യമായാൽ പോലും കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഉപദേശം കേട്ട് മാത്രം പ്രവർത്തിക്കുന്ന സഹോദരി. അവര് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്ന്. കർത്താവെ, അങ്ങ് തന്നതാണ് ആ 1 ലക്ഷം. അത് ആ സഹോദരി ഇരട്ടിയായി തരാമെന്ന് പറയുന്നു. 1 വർഷത്തിനകം ഇരട്ടിയായി തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അവർക്ക് പണം കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് അവർക്ക് മനോഹരമായി ഉത്തരം നൽകി. മകളെ, ഞാൻ നിന്നിലൂടെ നിന്നോട് പണം വാങ്ങി നിനക്ക് ഇരട്ടിയായി തരാമെന്ന് പറഞ്ഞ ആ സഹോദരിയുടെ ഉള്ളിലൊരു മാറ്റമുണ്ടാകുന്നതിനായി ഞാൻ നിന്നെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സുഗന്ധിയോട് പറഞ്ഞു എന്ന്. വീണ്ടും ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്ന്. ഞാൻ എങ്ങനെ ആ സഹോദരിക്ക് ഉപദേശം നൽകാൻ? അവരെന്നെക്കാളും മുതിർന്ന സ്ത്രീയല്ലേ. കർത്താവ് പറയുന്ന പോലെ ഞാൻ എങ്ങനെ ഉപദേശിക്കും? അതിനുള്ള ആ ശക്തിയും ജ്ഞാനവും നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. കർത്താവ് വ്യക്തമായി ആ സഹോദരിയോട് സംസാരിച്ചു എന്ന്.
നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നിലൂടെ അവരോട് സംസാരിക്കും. അവരോട് ഒരു വാക്ക് മാത്രം പറയേ. ഇങ്ങനെ അനേകം പേരുടെ പണം വാങ്ങി പറ്റിക്കുന്നതും അനേകം പേരുടെ കണ്ണുനീരിന് കാരണമാവുന്നതും നിങ്ങളുടെ സന്തതിക്ക് അനുഗ്രഹമല്ല എന്ന് അതുമാത്രം നീ അവരോട് പറഞ്ഞാൽ മതി എന്ന് സുഗന്ധിയോട് കർത്താവ് പറഞ്ഞുവെന്ന്. ഈ സുഗന്ധി സഹോദരി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ദൈവബലത്തോടെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപ്തമാക്കി സംസാരിച്ചു. അതായത് ഈ പണം ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞ സഹോദരിയോട് ഇവർ സംസാരിച്ചു. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അനേകം പേരെ നിങ്ങൾ പറ്റിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന് നിങ്ങളാണ് കാരണം. പലർക്കും നിങ്ങൾ പറയുന്നത് പോലെ പണം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല എന്ന് വീണ്ടും ധൈര്യത്തോടു കൂടി അവരോട് പറഞ്ഞു എന്ന്. കർത്താവിനോട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു. കർത്താവ് വ്യക്തമായി പറഞ്ഞു, നീ മറ്റുള്ളവരുടെ പണം ഇങ്ങനെ വാങ്ങുന്നത് തെറ്റാണ്, പണത്തട്ടിപ്പ് നടത്തുന്നത് തെറ്റാണ്. നീ അവരോട് ചെന്ന് പറയണം, കർത്താവ് എന്നോട് പറഞ്ഞത് ഇതാണ്, കർത്താവിന്റെ ഉപദേശം. കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ തുടർന്നിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സന്തതിക്ക് കർത്താവ് കരുതിയിരിക്കുന്ന അനുഗ്രഹം നഷ്ടമാകും. കർത്താവ് പറഞ്ഞതാണ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നു എന്ന്. എന്നിട്ട് വീണ്ടും ആ സഹോദരിക്കായി പ്രാർത്ഥിച്ചു എന്ന്. പിന്നീട് ആ പണം ചോദിച്ച സഹോദരി 1 മാസമോ 1.5 മാസമോ കഴിഞ്ഞ് ഈ സുഗന്ധിയെ കാണാൻ വേണ്ടി വന്നു എന്ന്. വന്നപ്പോ പറഞ്ഞു എന്ന്, ആ വാക്ക് എന്റെ കൂടെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ മറ്റുള്ളവരുടെ പണം വെട്ടിക്കുകയാണെങ്കിൽ അതെന്റെ സന്തതിയുടെ അനുഗ്രഹത്തിന് തടസ്സമാകുമെന്നുള്ള വാക്ക് എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി മുതൽ ഇതുപോലെയുള്ള ബിസിനസ് ഞാൻ ചെയ്യില്ല. ഞാനിത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, ആരുടെ അടുത്തു നിന്നൊക്കെയാണോ ഞാൻ പണം വാങ്ങിയത് അതൊക്കെ ശരിയായ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിന്നൊരു തീരുമാനത്തോടെ വന്നിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ സുഗന്ധിയോട് പറഞ്ഞു എന്ന്. രണ്ടുപേരും ചേർന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവിന്റെ വലിയ കൃപ കൊണ്ട് ആ ഒരു ബിസിനസ് ചെയ്ത സഹോദരി അത് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുകയുണ്ടായി. ഇങ്ങനെ അവർ പണം വാങ്ങി ഇരട്ടിയായിട്ട് ആ പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ മനസ്സിൽ കർത്താവ് ഒരു മാറ്റമുണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില കാരണങ്ങളാൽ നിങ്ങളും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയായിരിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ട പണം എനിക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ പ്രവർത്തിക്കുന്നവരോട് ധൈര്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണം. അവരുടെ ഉള്ളിൽ എന്നിലൂടെ ഒരു മാറ്റമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള കൃപ നൽകുന്നതാണ്. ഇനി ഒരിക്കലും മനുഷ്യരുടെ ഉപദേശമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. കർത്താവിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളിലൂടെ അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടാനുള്ള കൃപ കർത്താവ് നൽകുന്നതാണ്. അതിനായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്ന് ആർക്കെങ്കിലും പണം കൊടുത്ത് പണത്തട്ടിപ്പിനിരയായിട്ടുള്ളവരുണ്ടെങ്കിൽ മനോവേദനയോടുകൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവർക്കായി അങ്ങയോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു രാജാവേ. അങ്ങ് ദയാലുവാണ് കർത്താവേ. ഇവരെല്ലാവരും ശരിയായ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കാൻ അങ്ങ് കൃപ നൽകണേ. ബാധിക്കപ്പെട്ട എല്ലാവരെയും ഇതാ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കൃപയോടുകൂടി ക്ഷമിച്ച് അവർക്ക് നഷ്ടപ്പെട്ട പണമെല്ലാം തിരിച്ചു കിട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണമേ. അതുമാത്രമല്ല, ഇനിയും ഇങ്ങനെ ഒരിക്കലും ഇവർ വഞ്ചിക്കപ്പെടാതിരിക്കുവാനുള്ള വഴി തുറന്നുകൊടുത്ത് ഇവരെ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഇവരെ അങ്ങയിൽ ഭരമേൽപ്പിക്കുന്നു കർത്താവേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇവരെ സംരക്ഷിച്ചു വഴി നയിക്കണമേ. അങ്ങയുടെ ഹിതപ്രകാരം പ്രവർത്തിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി ഇവർ പ്രവർത്തിക്കട്ടെ. ഒരുപക്ഷേ കർത്താവേ, ഇതേപോലെ തന്നെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരോട് ഇപ്പോൾ തന്നെ അങ്ങ് സംസാരിക്കണേ കർത്താവേ. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണിതെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവരത് ഉപേക്ഷിക്കുന്നതിനായി അങ്ങേക്ക് ഭയന്ന് കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി അങ്ങ് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിലും അങ്ങയുടെ രക്ഷ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമം ഇവരിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ കർത്താവേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. കർത്താവ് സാക്ഷികളെ ഉണർത്തുന്നതിനായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം എന്നും മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തുടർന്ന് കാത്തിരുന്ന് കർത്താവിന്റെ കരുണ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള വഴി കർത്താവ് തീർച്ചയായും തുറന്നു തരും. കർത്താവിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.